ഇവിടെ ഒരു കുട്ടിയെ എന്തോ അസുഖം കാരണം ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ വെച്ച് അവൾ ഒരു ജയിൽ പുള്ളിയെ കാണുകയും അയാളോട് നിങ്ങൾക്കെന്ത് പറ്റിയതാണെന്നും ചോദിക്കുന്നു. അതിനയാൾ കിഡ്നി ഫെയിലിയർ ആയത് കാരണം താൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരിച്ചുപോകുമെന്ന് പറയുന്നു. അത് കേട്ടതും സങ്കടം വന്ന ആ ഒരു കുട്ടി എന്റെ കിഡ്നി നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും അവളുടെ പേരൻസ് അവളെ സംസാരിക്കാൻ അയക്കാതെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ എല്ലാ ദിവസവും അവളുടെ പേരൻസ് ഉറങ്ങുന്ന സമയം നോക്കി അവൾ ആരും അറിയാതെ അയാളുടെ റൂമിലേക്ക് വരികയും അയാളോട് സംസാരിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിലൊന്നും അയാൾ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും അവളുടെ സംസാരം കേട്ട് കേട്ട് അവസാനം അവർ തമ്മിൽ നല്ല പോലെ കൂട്ടായിത്തീരുന്നു. അതിനുശേഷം ഒരു നാൾ അയാൾ താൻ ചെയ്തൊരു തെറ്റ് കാരണം തന്റെ ഫാമിലി തന്നെ വിട്ട് പോയതാണെന്ന് പറയുന്നു. അത് കേട്ട് സങ്കടം വന്ന അവൾ അവരെല്ലാവരും തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നു. അവൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത ദിവസം അയാളുടെ ഫാമിലി അയാളെ കാണാൻ വേണ്ടി വരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും പെട്ടെന്ന് അവൾക്ക് ശ്വാസം എടുക്കാൻ കഴിയാതെയാവുന്നു. ഡോക്ടറെല്ലാം വന്ന് പരിശോധിച്ച് ഞങ്ങൾക്കാവുന്നത് ഞങ്ങൾ ചെയ്യാമെന്നും അവളുടെ അവസ്ഥ വളരെയധികം മോശമാണെന്നും പറയുന്നു. ഇതറിഞ്ഞ് അവൾ തനിക്കെന്തെങ്കിലും ആവുകയാണെങ്കിൽ തന്റെ കിഡ്നി തന്റെ സുഹൃത്തായ അയാൾക്ക് കൊടുക്കണമെന്ന് പറയുകയും അച്ഛന്റെ കയ്യിൽ നിന്നും അതിനുള്ള പ്രോമിസും വാങ്ങിയെടുക്കുന്നു. എന്നാൽ അന്ന് രാത്രി അപ്രത്യക്ഷമായി ആ ഒരു കുട്ടി മരിച്ചു പോകുന്നു. സോ അവളുടെ അവസാന ആഗ്രഹമായി അവളുടെ കിഡ്നിയെ ആ ഒരു ജയിൽ പുള്ളിക്ക് തന്നെ കൊടുത്ത് അയാളെ രക്ഷിക്കും.